അമ്മേ ശരണം, ദേവീ ശരണം. കൊടുങ്ങല്ലൂർ കാവില് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതായത് കർക്കടക മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ച. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന കോഴിക്കുളങ്ങര പൂജ നടക്കുന്ന ദിവസമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൊടുങ്ങല്ലൂർ കാവിൽ വടക്കോട്ട് ദർശനമായിട്ടിരിക്കുന്ന ദാരു വിഗ്രഹം എന്ന് പറയുന്നത് വരിക്കപ്ലാവിന്റെ തടിയിൽ തീർത്തതാണ്. അമ്മയുടെ ആ വിഗ്രഹം പണിയുന്നതിന് ആവശ്യമായിട്ടുള്ള തടി കൊണ്ടുവന്നത് കോഴിക്കുളങ്ങര എന്ന് പറയുന്ന ദേശത്ത് നിന്നാണ്. അതായത് കൊടുങ്ങല്ലൂർ കാവിന് കിഴക്ക് ഭാഗത്തുള്ള ഒരു ഗ്രാമമാണ് കോഴിക്കുളങ്ങര എന്ന് പറയുന്നത്. ആ സ്ഥലത്ത് ഇപ്പോൾ ഒരു നനദുർഗ ക്ഷേത്രമാണ് നിലവിലുള്ളത്. കൊടുങ്ങല്ലൂർ അമ്മയുടെ വിഗ്രഹം പണിയുന്നതിന് ആവശ്യമായിട്ടുള്ള തടി നൽകിയതിന്റെ നന്ദി സൂചകമായിട്ട് എല്ലാ വർഷവും കർക്കടക മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ച കൊടുങ്ങല്ലൂർ കാവിൽ 11 മണിക്ക് നടയടച്ചതിന് ശേഷം ക്ഷേത്രത്തിലെ അടികൾമാരും ദേവസ്വം ജീവനക്കാരും മേൽശാന്തിമാരും അതുപോലെ തന്നെ ഭക്തരും ഉണ്ടാവും. അവരെല്ലാവരും ചേർന്ന് കാവിൽക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 2 വള്ളങ്ങളിലായി കോഴിക്കുളങ്ങര എന്ന് പറയുന്ന ദേശത്തേക്ക് യാത്ര പുറപ്പെടും. അവിടെ എത്തിയതിന് ശേഷം ഈ ക്ഷേത്രത്തിലെ ഒരു ദിവസത്തെ പൂജ മുഴുവനായും നടത്തുന്നത് കൊടുങ്ങല്ലൂർ കാവിന്റെ വകയാണ്. ആ കാവിലേക്ക് ഇന്നത്തെ ദിവസത്തെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കുരുത്തോല, പൂക്കൾ, അതുപോലെ തന്നെ നേദ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും കൊടുങ്ങല്ലൂർ കാവിൽ നിന്ന് തന്നെ തലച്ചുമടായി കൊണ്ടുപോകും എന്നുള്ളതാണ് വളരെ വിശേഷം എന്ന് പറയാവുന്നത്. അതുപോലെ നേദ്യങ്ങൾ തയ്യാറാക്കാനുള്ള പാത്രങ്ങളടക്കം കൊടുങ്ങല്ലൂർ കാവിൽ നിന്ന് തന്നെ കൊണ്ടുപോകും. അങ്ങനെ അവിടുത്തെ ആ പൂജ നടത്തിയതിന് ശേഷം വള്ളത്തിൽ തന്നെ ഭക്തരും അടികൾമാരും ദേവസ്വം ജീവനക്കാരും എല്ലാം തിരികെ കൊടുങ്ങല്ലൂർ കാവിലേക്ക് തന്നെ വരും. ഈ ദിവസത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, കോഴിക്കുളങ്ങരയിലുള്ള നനദുർഗ ക്ഷേത്രത്തില് കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ഒരു ദിവസം എന്തൊക്കെ നേദ്യങ്ങൾ നൽകുന്നുണ്ടോ അങ്ങനെയുള്ള എല്ലാ നേദ്യങ്ങളും നനദുർഗ ദേവിക്ക് കൊടുങ്ങല്ലൂർ കാവിലെ മേൽശാന്തിമാര് തന്നെ നൽകും, പൂജകളും നടത്തും എന്നുള്ളതാണ്. അമ്മേ ശരണം, ദേവീ ശരണം.